കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഈ രാജി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി A. ശങ്കർ, ട്രഷറർ E. ജയറാം എന്നിവരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് മുഹമ്മദ് റഗീസ് തത്സമയ വിവരങ്ങൾ നൽകുന്നു. പറയൂ റഗീസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് SKN. എന്തായാലും BCCIയുടെ അടുത്തു നിന്ന് പണി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അവർ ഒരു രാജിക്കത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അപ്പോൾ ഇവർ ഒളിവിലാണെന്ന് പറയുമ്പോൾ എന്തായാലും രാജിക്കത്ത് അയച്ചിട്ടുണ്ട്. അവർ അതിൽ പ്രധാനമായും പറയുന്നത് രണ്ടുപേർ രാജിവെച്ചിരിക്കുന്നു. സെക്രട്ടറി A. ശങ്കർ, ഒപ്പം തന്നെ ട്രഷറർ E. ജയറാം എന്നിവർ തങ്ങൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അപകടത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ആ രാജിക്കത്തിൽ അവർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പരിപാടി നടത്തിപ്പിൽ തങ്ങൾക്ക് വളരെ ചെറിയ റോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തങ്ങളല്ല ആ പരിപാടിയുടെ പേട്രൺ. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഇല്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രധാനമായും രണ്ട് സാഹചര്യമാണുള്ളത്. ഒന്ന്, പോലീസിന്റെ അറസ്റ്റ്. നേരത്തെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പരിശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി ഇടപെട്ടുകൊണ്ട് ആ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനുശേഷം BCCI ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തിരുന്നു. തങ്ങൾക്കിതൊക്കെ കണ്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല, ഇതിൽ കൃത്യമായി ഇടപെടും എന്നുള്ളൊരു സന്ദേശം BCCIയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ ചീട്ട് തെറിക്കാനുള്ള ഏതാണ്ട് എല്ലാ സാഹചര്യവും ഒരുങ്ങി വന്ന നിലയ്ക്കാണ് ഇപ്പോൾ രണ്ടുപേർ ഇവിടെ രാജിവെച്ചിരിക്കുന്നത്. മറ്റു ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുമെന്നുള്ള സൂചനയുമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ അത്തരത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ സമ്മർദ്ദത്തിലുമാണ് SKN.